ഒരുപാട് ആളുകൾ വെറുക്കുന്ന ഒരു കാര്യമാണ് ഈ ലോൺലിനെസ്. എന്തുകൊണ്ടാണ് ആളുകൾക്ക് ഇതിനെ തീരെ ഇഷ്ടമല്ലാത്തത് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒറ്റക്കായൽ എന്താ പ്രശ്നം? ഒറ്റക്കായല് നമുക്കാർക്കും ജീവിക്കാൻ കഴിയൂലേ? മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരാൾ കൂടെ വേണമെന്ന് നിർബന്ധമുണ്ടോ? സീരിയസ്ലി, ഞാൻ ഒരു കാര്യം പറയട്ടെ. ദ ബ്യൂട്ടി ഓഫ് ലോൺലിനെസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. പക്ഷെ അത് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈഫിൽ ഒരിക്കലെങ്കിലും ഒറ്റക്കായി പോകണം. അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് എന്താരോ, വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊരു യാത്ര പോവുകയാണെന്ന് വിചാരിക്കാം. നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് പരിചയമുള്ള, നിങ്ങൾക്ക് ഒരുപാട് വർഷമായിട്ട് അറിയുന്ന നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനോടൊപ്പമാണ് നിങ്ങളൊരു യാത്ര പോകുന്നത്. ഭയങ്കര ക്ലോസ് ഫ്രണ്ടാണ്, ഒരു ലോങ് ജേണിയാണ് നിങ്ങൾ പോകുന്നത്. ഓക്കെ, നിങ്ങൾ പോയി തിരിച്ചു വരുന്നത് വരെ കൂടുതൽ നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവുക നിങ്ങളുടെ ആ സുഹൃത്തിനോട് തന്നെ ആവും. ഓൾറെഡി നിങ്ങൾക്ക് പരിചയമുണ്ട്, നിങ്ങൾക്കറിയാം, നിങ്ങൾ വർഷങ്ങളായിട്ടുള്ള കമ്പനിയുള്ള ആളുകളാണ്. നിങ്ങളൊരു ലോങ് ജേണി പോയി, ആ സുഹൃത്തിനോടാണ് അതിലെ ഒരു 80% നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവുക. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഈ സംസാരിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ ഓരോ പുതിയ സ്ഥലങ്ങൾ കവർ ചെയ്താ പോകുന്നത്. നിങ്ങൾ ആ സ്ഥലങ്ങളൊന്നും അപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. ഇനി കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ വളരെ വളരെ കുറഞ്ഞ സമയം മാത്രമേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുള്ളൂ. ബാക്കി ഭൂരിഭാഗം സമയത്ത് നിങ്ങൾ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ എന്താവും? നിങ്ങൾക്ക് രണ്ടുപേർക്കും കോമൺ ആയി അറിയുന്ന കാര്യങ്ങളും നിങ്ങളുടെ രണ്ടുപേരുടെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങളും, അതായത് തമ്മിൽ ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങൾ എലാബറേറ്റ് ചെയ്ത് നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കും. അതായത് പുതിയ കഥകളും കേൾക്കുന്നില്ല, പുതിയ കാര്യങ്ങൾ അനുഭവിക്കുന്നില്ല, ഒന്നും പുതിയത് വരുന്നില്ല, എല്ലാം പഴയതിൽ ഇങ്ങനെ റൗണ്ട് ചെയ്ത് പോവാം. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയെന്ന് വിചാരിക്കുക. നിങ്ങൾ പുതിയ സ്ഥലങ്ങൾ കാണാൻ പോകുന്ന സമയത്തൊക്കെ നിങ്ങൾ കൂടുതലും അവിടെ ഒരു എന്താ പറയുക, ഒരു ഫോട്ടോ എടുക്കുക, അങ്ങനത്തെ ഒരു മൈൻഡിലേക്ക് മാത്രം ചിലപ്പം ആയിപ്പോയേക്കാം. കാരണം നിങ്ങൾക്ക് ഓൾറെഡി കംഫർട്ടബിൾ ആയ ഒരാൾ കൂടെ ഉണ്ട്. നിങ്ങളുടെ ഫോട്ടോ എടുക്കുക, അല്ലെങ്കിൽ അയാൾ നിങ്ങളുള്ള ഒരുമിച്ചുള്ള ഫോട്ടോസ് എടുക്കുക. അപ്പോഴും നിങ്ങൾ ഒരു യാത്ര ചെയ്തതിന്റെ ഭംഗി നിങ്ങൾ അറിയുന്നുണ്ടോ? ഞാൻ പറയുന്നത് അതേപോലെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ മതി. ആ ഒരു യാത്രക്ക് എപ്പോഴാണ് ഭംഗി വരുന്നത്? ആ സ്ഥലങ്ങൾ കാണുമ്പോൾ, പുതിയ ആളുകളെ പരിചയപ്പെടുമ്പോൾ, പുതിയ കഥകൾ കേൾക്കുമ്പോൾ, പുതിയ അനുഭവങ്ങൾ വരുമ്പോൾ, അപ്പോഴല്ലടാ ആ യാത്ര ഒരു യഥാർത്ഥ യാത്രയായി മാറുന്നത്. അപ്പൊ നമുക്ക് അത്രയും പരിചയമുള്ള ഒരാൾ വരുന്ന സമയത്ത് നമുക്ക് മിസ്സായി പോകുന്നത് 100 കണക്കിന് പുതിയ കാര്യങ്ങളല്ലേ. അപ്പോൾ നിങ്ങൾ തിരിച്ചെത്തി കഴിഞ്ഞാൽ ആ ഒരു യാത്ര നിങ്ങൾ പോയി അവിടെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ കവർ ചെയ്ത് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ചെത്തി. നിങ്ങൾ പുതിയ എത്ര ആളുകളെ കണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ പുതിയ ആളുകളുമായി സംസാരിച്ച്, എന്തൊക്കെ പുതിയ അനുഭവങ്ങൾ നിങ്ങൾക്ക് കിട്ടി എന്ന് വെറുതെ ഒന്നൊരു ബുക്കിൽ എഴുതാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു പേജ് നിങ്ങൾക്ക് എഴുതി തീർക്കാൻ പറ്റുമോ? പുതിയതായി കിട്ടിയ കാര്യങ്ങളെക്കുറിച്ച് എഴുതാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 1 പേജ് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ് പറ്റാത്തത്? നിങ്ങൾ ഓൾറെഡി പോയതും വന്നതും അവിടെ കറങ്ങിയതൊക്കെ നിങ്ങളുടെ കംഫർട്ട് സ്പേസിൽ നിന്നിട്ടാണ്. അതൊരിക്കലും മോശമാണെന്നോ നെഗറ്റീവ് ആണെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. ഒരിക്കലെങ്കിലും ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന പുതിയ ഒരുപാട് നല്ല അനുഭവങ്ങളുണ്ട്, ഒരുപാട് നല്ല അറിവുകളുണ്ട്, ഒരുപാട് നല്ല പാഠങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഒരു യാത്ര പോകണം. ഫോർ എക്സാമ്പിൾ, ഇപ്പം എൻ്റെ കേസ് വരാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനാണ്. ഓഫ്കോഴ്സ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകാറുണ്ട്, ഞാൻ എൻ്റെ ഫാമിലിൻ്റെ കൂടെ പോകാറുണ്ട്, ഒക്കെ ഉണ്ട്. ബട്ട് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുക ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനാണ്. അതിപ്പോൾ എത്ര ലോങ് ആണെങ്കിലും എത്ര ദിവസത്തേക്കാണെങ്കിലും ഐ എം സോ ഹാപ്പി വിത്ത് ദാറ്റ്. ഒറ്റയ്ക്ക് പോകുന്നതിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്തതാണ്, അതിൻ്റെ ഒരു ഭംഗി ഞാൻ തിരിച്ചറിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ഓപ്പണായിട്ട് വരാണെന്നുണ്ടെങ്കിൽ ഒരാളുടെ കൂടെ, എനിക്ക് പരിചയമുള്ള ഒരാളുടെ കൂടെ ഒരു യാത്ര പോകുന്നതിനേക്കാൾ എത്രയോ എനിക്കിഷ്ടം എനിക്ക് പരിചയമില്ലാത്ത, എനിക്കറിയാത്ത ആളുകളുടെ കൂടെ യാത്ര ചെയ്യാനാണ്. ഇനിയിപ്പോൾ എൻ്റെ കൂടെ ഒരാളില്ലെങ്കിൽ പോലും ഐ എം സോ ഹാപ്പി വിത്ത് ദാറ്റ്. എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ അത്ര ഇഷ്ടമാണ്. ഞാൻ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു യാത്രയിൽ നമ്മൾ പഠിക്കുന്ന കുറേ പാഠങ്ങളുണ്ട്, നമുക്ക് കുറേ തിരിച്ചറിവുകൾ കിട്ടും, കുറേ കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ടല്ലോ എന്നൊരു ബോധം വരും.
പിന്നെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് ഒരു കാര്യത്തിനും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം ഇല്ല സത്യം പറഞ്ഞാൽ. ആൻഡ് ലൈക്ക് വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ പല കാര്യങ്ങളും നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും. എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ കൂടെ ഒരാൾ വേണം എന്നൊന്നുമില്ല. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചാൽ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മൾ വിചാരിക്കണം, നമ്മൾ ട്രൈ ചെയ്യണം. പറ്റില്ല 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 എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത് പറ്റില്ല. ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ചെയ്യാൻ പറ്റും. ഒറ്റയ്ക്ക് മതി, ഒരാൾ വേണമെന്നൊന്നുമില്ല എല്ലാ കാര്യങ്ങൾക്കും. അത് ചെയ്തു നോക്കണം. ഒറ്റക്കായതിൻ്റെ പേരിൽ സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ, ഒറ്റക്കായത് ഒരു പ്രശ്നമായി കാണുന്നുണ്ടെങ്കിൽ, ഡോണ്ട് വെറി, ബി ഹാപ്പി. ചിലപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ഇത് കാണുന്ന സമയത്ത് ലൈഫിൽ നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി എന്നൊരു തോട്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ നിങ്ങളെ ഒറ്റപ്പെടുത്തി എന്നൊരു തോട്ട് ഉണ്ടെങ്കിൽ, ലൈക്ക് ഒന്നുകൂടെ ഞാൻ പറയുന്നു, ഡോണ്ട് വെറി, ബി ഹാപ്പി. എടാ, ഈ ഒറ്റക്ക് ആയതും അതുപോലെ തന്നെ ഈ ഒറ്റക്ക് സർവൈവ് ചെയ്യലും എല്ലാവരെ കൊണ്ടും പറ്റുന്നൊരു കാര്യമല്ല. കാരണം പല ആളുകളും അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നില്ല. പക്ഷെ ട്രൈ ചെയ്താൽ നമുക്കത് പറ്റും. സോ ആ ഒരു പോയിന്റിൽ നിൽക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഒറ്റക്ക് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ, ഒറ്റക്ക് ഒന്ന് സർവൈവ് ചെയ്യാൻ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അതിന് പറ്റും. അതിന് പറ്റിക്കഴിഞ്ഞാൽ, മാർക്ക് മൈ വേർഡ്സ്, പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാകും എല്ലാ കാര്യങ്ങൾക്കും ഒന്നും ഒരാൾ കൂടെ വേണമെന്നില്ല. ഒറ്റക്കായാലും നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ നമുക്ക് ചുറ്റുമുള്ളൂ. ലൈക്ക് നമ്മുടെ കൂടെ ഒരാളുണ്ടെങ്കിൽ അഫ്കോഴ്സ് അവരെ ഒഴിവാക്കണം, ഇഗ്നോർ ചെയ്യണം എന്നൊരർത്ഥത്തിലല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. പക്ഷേ ഒറ്റക്കായതിൻ്റെ പേരിൽ സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഒറ്റക്കായതൊരു ശാപമാണെന്നോ അല്ലെങ്കിൽ ഒറ്റക്കായി പോയ ആ ഒരു സിറ്റുവേഷനെ വെറുക്കേണ്ട കാര്യമില്ല. അതിനെ വളരെ ഹാപ്പി ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യും. അത് പറ്റും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ. ആൻഡ് ഒറ്റക്ക് ഓരോ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി മൂവ് ഓൺ ചെയ്ത് ഹാൻഡിൽ ചെയ്ത് സർവൈവ് ഒക്കെ ചെയ്ത് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് കുറേ മാറ്റങ്ങൾ കൊണ്ടുതരും. നല്ല നല്ല മാറ്റങ്ങൾ, സം ബ്യൂട്ടിഫുൾ ചേഞ്ചസ്. അതുകൊണ്ടാണ് ലോൺലിനെസ്സിനൊരു ബ്യൂട്ടി ഉണ്ടെന്ന് പറയുന്നത്. ഒരു വല്ലാത്ത ഭംഗിയാണത്. അത് അനുഭവിച്ച് കഴിഞ്ഞ ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നല്ല പ്രോപ്പറായിട്ട് പറഞ്ഞുതരും. ലൈക്ക് ഇപ്പം ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞു തുടങ്ങിയാൽ തീരാത്ത അത്രയും ഭംഗിയുള്ള ഒരു കാര്യമാണ് ഈ ലോൺലിനെസ്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, അതെല്ലാവരും അതറിയാൻ വേണ്ടി ശ്രമിക്കുന്നില്ല. ആ ഒരു സിറ്റുവേഷനിൽ എത്തിയ ആളുകളും വീണ്ടും പറയുന്നത് എനിക്കൊരാൾ വേണം, എനിക്കൊരാൾ വേണം എന്നാ. എത്രയോ ആളുകൾ ലൈഫിൽ അവർ അത്രയും സ്നേഹിച്ചു കൊണ്ട് നടന്ന ആളുകൾ ഒഴിവാക്കി പോയിട്ട് മറ്റൊരാൾ കടന്നു വരുന്നത് വരെ ഒറ്റക്കായി ജീവിച്ചിട്ടുണ്ട്. പക്ഷെ അവർ ആ സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ടാണ് അവർക്ക് ഒറ്റക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാകാഞ്ഞത്. സോ ആ ഒരു സിറ്റുവേഷനിലൂടെയാണ് ഇപ്പം നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എന്തിനാ നമുക്ക് എല്ലാത്തിനും ഒരാൾ കൂടെ വേണമെന്ന് ഇത്ര വാശി? നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണോ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കിയിട്ടുണ്ടോ? എല്ലാ കാര്യത്തിലും നമ്മൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കാലം നമ്മളിങ്ങനെ ജീവിക്കും എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സോ അതൊന്ന് ആലോചിച്ച് നോക്കുക. ഫൈനലി എനിക്ക് പറയാനുള്ളത്, ഒറ്റക്കായി പോയതിൻ്റെ പേരിൽ സങ്കടപ്പെടേണ്ട. അതൊരു ശാപമോ വെറുക്കപ്പെടേണ്ട കാര്യമൊന്നുമല്ല. അതൊരു ഭംഗിയുള്ള കാര്യമാണ്. അത് വല്ലാത്തൊരു ഫീലിംഗ് ഉള്ള കാര്യമാണ്. സോ അത് എൻജോയ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, മാർക്ക് മൈ വേർഡ്സ്, ലൈഫ് ബിക്കംസ് മോർ ബ്യൂട്ടിഫുൾ. അതൊരുപാട് നല്ല മാറ്റങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുതരും. സോ ഡോണ്ട് ബി സാഡ്, ബി ഹാപ്പി.